എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി മുട്ട ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. പുതിനയില മല്ലിയില ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 1-2 വീഡിയോസിൽ കാണിച്ചതുകൊണ്ടാണ് പിന്നെ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളം ഉപ്പ് പിന്നെ ഒരു 2 ഏലക്ക 2 ഗ്രാമ്പു 3 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 10 ടീസ്പൂണോളം നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ നെയ്യിലാണ് എല്ലാവരും വഴറ്റിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഇതൾ ബേ ലീഫും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഒരു ലോ ടു മീഡിയത്തിലിട്ടിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കാം. പക്ഷേ ചിക്കൻ മസാലയാണ് കൂടുതൽ ടേസ്റ്റ്. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാലാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരണം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 4 കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ മുട്ടയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ലെയർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഈ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ പാലിൽ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നതിന് ശേഷം നമ്മളിത് ദം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വയ്ക്കാം. എന്നതിന് ശേഷം നമ്മുടെ ബിരിയാണി പാത്രം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ഭാഗം സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും 2 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്തത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിൾ ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് സെർവ് ചെയ്ത് കാണിക്കുന്നില്ല, ഫോട്ടോ എടുക്കേണ്ട കാരണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്